ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ശിക്കാരിലെ ഗസ്റ്റ് PMC റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടി വന്ന കുറച്ച് അങ്കിളന്മാരാണ്. അവർക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഒന്നും അമാന്തിച്ചില്ല, വേണാട്ടുകാടുള്ള നമ്മുടെ സേതുവണ്ണൻ്റെ കടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ഇത് നമ്മുടെ പള്ളിത്തോടാണ്. ഇവിടെ ചെളി കുത്തി പുറമ്പണ്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഏകദേശം ജലനിരപ്പിനെക്കാട്ടും 8 അടി 9 അടി താഴ്ചയിലാണ് എല്ലാ വീടുകളും നിൽക്കുന്നത്. കുട്ടനാട്ടിലെ കൃഷിസ്ഥലങ്ങളും അങ്ങനെ തന്നെ. നല്ല വെള്ളപ്പൊക്കം വരാൻ നേരത്ത് ഈ നിർമ്മിക്കുന്ന പുറമ്പണ്ട് വിള്ളൽ വീണ് തള്ളിപ്പോകാറുണ്ട്. അതിനെയാണ് ഈ മട പൊട്ടുക എന്ന് പറയുന്നത്. കുട്ടനാട്ടിൽ മടപൊട്ടലും കാര്യങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ദുരന്തത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് കുട്ടനാട് പാക്കേജ് വരുന്നത്. പക്ഷേ ആ ഒരു പ്രോജക്റ്റ് ഒരു ദുരന്തമായി മാറുകയായിരുന്നു. ഈ ഒരു മടപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കുട്ടനാട്ടുകാർക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നെനിക്കറിയത്തില്ല. എങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് കുട്ടനാട്ടുകാർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ സേതുവണ്ണൻ്റെ കടയിലെത്തി. വരുന്ന ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നീലകണ്ഠൻ ഗേറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. സേതുവണ്ണൻ്റെ കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷാപ്പുണ്ട്. മധുരക്കള്ളൊക്കെ വേണമെങ്കിൽ അവിടുന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ കരിമീൻ ആയിക്കോട്ടെ, കൊഞ്ചായിക്കോട്ടെ, വാള, വരാല്, പള്ളത്തി അങ്ങനെ എല്ലാം ലൈവാണ്. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർ പ്രിപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അതിപ്പം കരിമീൻ വറുത്തത് വേണോ പൊള്ളിച്ചത് വേണോ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരും. അങ്ങനെ നമ്മുടെ ഗസ്റ്റും 2 കുപ്പി മധുരക്കൽ ഓർഡർ ചെയ്തു. ഈ നിൽക്കുന്നതാണ് നമ്മുടെ സേതുവണ്ണൻ. സേതുവണ്ണൻ്റെ കടയാണിത്. ആളെന്തോ വീട്ടുജോലിയിൽ ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എടുത്ത കരിമീനും കൊഞ്ചും എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മീൻ വെട്ടുന്നതാണ് ആരാധന. സേതുവണ്ണൻ്റെ ഇളയ മോളാണ്. ആള് ചെറിയൊരു നേഴ്സാണ്. തൊട്ടടുത്ത് ഇരിക്കുന്നത് സേതുവണ്ണൻ്റെ അമ്മ. ആരാധന വെക്കേഷന് വന്നതാണ്. വെക്കേഷന് വന്നായാലും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്ക് ഒരു മടിയുമില്ല. ഈ വരുന്നതാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് ഷിബിയക്ക. നമ്മുടെ സേതുവണ്ണൻ്റെ വൈഫാണ്. ഈ അടുപ്പത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്ന കക്കർച്ചയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. താറാവ്, പൊടിമീൻപറ, അങ്ങനെ എല്ലാം, ബീഫ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടുത്തെ ഈ മീൻ വറക്കുന്നതിൻ്റെ മസാല ഒരു രക്ഷയുമില്ല, വേറെ ലെവല്. അതറിയണമെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഫുഡ് കഴിച്ചേ മതിയാവും. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല, അമ്മാതിരി ടേസ്റ്റ്. ഞാൻ എല്ലാവരെയും നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു ഹോംലി ഫുഡാണെന്ന്. നമ്മുടെ കൂടെ വരുന്നവർ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയാൻ നേരത്ത് നമുക്കും കൂടെ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ ലെവലാണ്.
നമ്മുടെ സേതുവണ്ണൻ്റെ കടയിൽ വന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം. കാരണം ഇവിടെ ജലമാർഗം മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. വരുന്നവർക്ക് മനസ്സ് നിറഞ്ഞ് ഫുഡും കഴിക്കാം, അതേപോലെ കുട്ടനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഗസ്റ്റായിട്ടുള്ള അങ്കിളന്മാരും ഫുഡെല്ലാം കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നി. ഈ റിസോർട്ട് നമ്മുടെ ഗോപി സുന്ദറിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ അല്ലേ, അദ്ദേഹത്തിൻ്റെ. അങ്ങനെ നമ്മൾ തിരിച്ച് PMC റിസോർട്ടിലേക്ക്. അങ്കിളന്മാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. വർത്തമാനമൊക്കെ പറഞ്ഞ് മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെ ചില്ലായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.